ചേച്ചി നമസ്കാരം. ലത ചേച്ചി, ജോബി ചേട്ടൻ, ബെനറ്റ് അല്ലയോ? നിങ്ങൾ താമസിക്കുന്ന എവിടെയാണെന്നൊന്ന് പറയാവോ? ഞങ്ങൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയില് കൂടൽ അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അഞ്ചുമുക്ക്. കൂടൽ അതിരിങ്കൽ അഞ്ചുമുക്ക് അവിടെയാണ് താമസം. ഞങ്ങൾക്ക് അച്ചാറിന്റെ പരിപാടിയാണ്. അല്ല, ഇന്നെന്തോ ഇത് കിട്ടിയെന്തുവാ? ഇത് കിട്ടിയത് ഇതെന്തോ കൊച്ചിന്റെ കയ്യിൽ ഒരു മോന്റെ ഒക്കെ ഇരിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങളുടെ മോനെ ഞങ്ങളെയും വള്ളംകുളം ചേട്ടന്റെ ഒരു ആദരവുണ്ടായിരുന്നു. സവാക്ക് പത്തനംതിട്ട എന്ന് പറയുന്ന സംഘടന ആദരിച്ചു അല്ലെ? ജോബി, ലത, ബെനറ്റ്, നിങ്ങളെ 3 പേരെയും കൂടെ ആദരിക്കാൻ എന്താ കാരണം? ചുമ്മാ ഒരാളെ പിടിച്ച് ആദരിക്കുവോ? ഇല്ല. ഞങ്ങള് മോന് ഒരു വർഷമായിട്ട് ഒരു അച്ചാറിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്. ഈ അച്ചാറിന്റെ പരിപാടി എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? അച്ചാറിന്റെ പരിപാടി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം, ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അച്ചാറ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞങ്ങള് ഓരോ വഴിവെക്കിൽ പോയിരുന്നിട്ടാണ് ഞങ്ങള് കച്ചവടം ചെയ്യുന്നത്. റോഡ് സൈഡില്. റോഡ് സൈഡില്. ഈ കൊച്ചിനെയോ? മോനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. കാരണം വീട്ടിൽ ഞങ്ങൾ 3 ആളും മാത്രമേ ഉള്ളൂ. വേറെ ജോലിക്കൊന്നും പോവാനും പറ്റത്തില്ല. കാരണം കുഞ്ഞിനെ നോക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അതിന്റെ വീടൊക്കെ സ്വന്തം വീടുണ്ടോ? നമുക്ക് 2 സെന്റ് വസ്തുവും 2 സെന്റ് വസ്തുവിനകത്ത് ഒരു ചെറിയ വീടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മള് ഈ പോയി അച്ചാറ് കച്ചവടം ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു വരുമാനം ഞങ്ങൾ എപ്പോഴും മാറ്റി വെക്കാറുണ്ട്. എന്തിനു വേണ്ടി? ഈ നമ്മളെക്കാളും അവസ്ഥയിലൂടെ കഴിയുന്ന പല ആൾക്കാരും ഉണ്ടാവത്തില്ല. അവർക്ക് വേണ്ടി ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മള് സഹായം ചെയ്യുന്നുണ്ട്. എനിക്കും വളരെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഉപജീവന മാർഗമായ അച്ചാർ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 200 രൂപ നീക്കി വെക്കാൻ എപ്പോഴും ജോയിച്ചേട്ടനായാലും ലസിച്ചി ആയാലും ചെയ്യുന്നുണ്ട്. വളരെ അഭിനന്ദനീയമായ കാര്യം. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നും മതിയാവത്തില്ല, ഇല്ലയോ? പൈസ ഒരിക്കലും ആർക്കും മതിയാവത്തില്ല. എത്ര കിട്ടിയാൽ 100 കിട്ടിയാൽ ഒരു 50 കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കുന്ന ലോകമാണിത്. ലോകത്തെ എങ്ങനെയൊന്നും പറയേണ്ട, ചെലവുകൾ എത്രത്തോളമാണ്. കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നിലവിൽ മാറ്റങ്ങളുണ്ടോ അതോ ഇനി എങ്ങനെ കുറച്ചും കൂടെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടോ? എന്താണ് പറയാവോ? മോന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റാ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ 10 വർഷമായി മോന് കട്ടപ്പനയില് സിൻഡോ ഡോക്ടർ അടുത്താണ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു മോന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മരുന്നുകളും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്റെ മോനെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതും. നേരത്തെ ഇരിക്കത്തില്ലായിരുന്നു? ഇല്ലായിരുന്നു. മോനെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മള് പിടിച്ചു ചരിച്ചു കിടത്തിയാൽ ചരിഞ്ഞു കിടക്കും, നൂത്ത് കിടത്തിയാൽ നൂന്ന് കിടക്കും. അങ്ങനത്തെ കുഞ്ഞായിരുന്നു. ഞങ്ങള് ഈ 10 വർഷം കൊണ്ട്, അതിനു മുമ്പേ ഇപ്പൊ മോന് 19 വയസ്സാകാൻ പോന്നു, ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലുകളില്ല. അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ ഞങ്ങളുടെ മോനെയും കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഈ ഒരു 10 വർഷമായിട്ട് ഈ സിൻഡോയുടെ മരുന്ന് തന്നെയാണ്, സിൻഡോ ഡോക്ടർ മരുന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആയുർവേദം അലോപ്പതിയെക്കാളും ബെറ്റർ ആണ്. അതെ തീർച്ചയായിട്ടും. കാരണം എന്താന്ന് പറഞ്ഞാല് എന്റെ മോന് ഫിക്സ് വരുമായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ എന്റെ മോനെ എടുത്തിട്ട് തിരുവനന്തപുരം ശ്രീ ചിത്രയ്ക്ക് ഓടുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓടുന്നതൊക്കെ അതൊന്നും പറയാൻ പറ്റത്തില്ല. ആംബുലൻസ് വിളിച്ചിട്ടാണ് ഞങ്ങള് ഓടുന്നത്. അന്ന് വണ്ടിയൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ടാ മോനെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി ഇപ്പൊ ഒരു വണ്ടി വാങ്ങിച്ചേക്കുന്ന പോലും കടവാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ നമ്മള് അല്ലല്ല. ഇവന് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം, ഇവനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ വണ്ടി എടുത്തേക്കുന്നത്. കാരണം ഞങ്ങളുടെ ആ ഭാഗത്തെന്ന് പറഞ്ഞാൽ വണ്ടി ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ആ വണ്ടി ഇല്ലാത്ത ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്ക് മോനെയും കൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ നമ്മൾ റെന്റ് എടുത്തിട്ടായിരുന്നു ആദ്യമൊക്കെ മോനെയും കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ആ റെന്റ് എടുക്കുന്ന പൈസ മതിയാവും നമുക്കൊരു വണ്ടി എടുത്താല്. അങ്ങനെ പോയിട്ട് ഇതുവരെ 8 വർഷമായി. പക്ഷെ കടബാധ്യതകൾ ഇപ്പോഴും അതിന്റെ പുറത്തുണ്ട്. അല്ലാതെയും കടബാധ്യതകൾ ആവശ്യം പോലെ ഉണ്ട്. അതൊന്നും ഞങ്ങള് ഒരു മനധൈര്യം കൊണ്ട് മുന്നോട്ട് പോവാണ്. ഇല്ല ഞങ്ങള്. പിന്നെ അതുപോലെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുഞ്ഞിനിപ്പോ എന്തോ പ്രായമായിട്ടുണ്ട്? മോനിപ്പോ അടുത്ത മാർച്ച് 16-ാം തീയതി ആകുമ്പോ 19ാമത്തെ വയസ്സ് തുടങ്ങും. മാർച്ച് 16-ാം തീയതി 19 വയസ്സാവും ഈ മോന്. ഈ 19 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് ഒത്തിരി അനുഭവിച്ചു. അതൊക്കെ അതിജീവനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അല്ലേ? നിങ്ങളാണ് ശരിക്കും അതിജീവിച്ചവരല്ലേ? ഒരുപാട്. ഈ ഒരു 19 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. ഇരിക്കുന്ന പല തരത്തിലോട്ട് കൊണ്ടുവന്നു. വേറൊരു കാര്യം കൂടെ, ഒരുപാട് മോന് വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം മുറിച്ചുണ്ടൊക്കെ സർജറി ചെയ്ത് ശരിയായി. 5ഓളം ഓപ്പറേഷൻ കഴിഞ്ഞതാ മോന്.
ഏകദേശം 5ഓളം സർജറികൾ കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെ നിൽക്കാത്തത് കൊണ്ടാണ് ആ സർജറി ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഒരു ബെറ്റർ കണ്ടീഷൻ അല്ലേ? കണ്ടീഷന് അല്ല, നേരത്തെ കിടക്കുന്ന ഒരു ഇപ്പൊ നമ്മള് താഴെ ഇരുത്തി അവൻ അവിടെ ഇരുന്നിട്ട് കളിക്കും. മറ്റേത് ഇങ്ങനെ നീണ്ട് ഒറ്റ കിടപ്പ് കിടന്ന പോലെ ഒരു മരക്കഷ്ണം പോലെ ഇങ്ങനെ കിടന്ന ഒരാള് ഈ ഒരു ലെവലിലോട്ട് എത്തി അല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമമാണ് അല്ലേ? ഈ ഒരു കുഞ്ഞിങ്ങനെ ആയതുകൊണ്ടാണ് അടുത്തൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാഞ്ഞത്? അങ്ങനല്ല, ഫുൾ ടൈം ആശുപത്രിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ആ ഒരു സമയം മുഴുവൻ, ആ ഒരു കാലഘട്ടം മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു. ആ ഒരു കാലഘട്ടം എന്നല്ല, മോൻ ജനിച്ച് അവന് 10 വർഷമാകുന്നിടം വരെ, അതായത് ഞങ്ങൾക്ക് ഒരു ശകല റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ശ്രീചിത്ര, അങ്ങനെ ഓരോരോ ഹോസ്പിറ്റലുകളിലും ഇവന് അസുഖങ്ങൾ മാറാഞ്ഞിട്ട് കൊണ്ട് ഓട്ടമായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ട് അതിൽ ഫലമൊന്നും കണ്ടില്ല. ഇംഗ്ലീഷ് ആയുർവേദം തന്നെ ചെയ്ത് നോക്കി. ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ചെയ്ത് നോക്കി, അതിൽ പറ്റാഞ്ഞിട്ട് പിന്നെ കുറച്ച് ആയുർവേദം ചെയ്ത് നോക്കി. പിന്നെ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ തന്നത് ഇവനെയാ. അപ്പൊ ഇനി മറ്റൊന്നും നമ്മൾക്ക് വേണ്ട. ബിസിനസിന്റെ കാര്യവും കൂടെ ഒന്ന് ചോദിക്കുക. കുഞ്ഞിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഇനി കൂടുതൽ പറഞ്ഞ ചേച്ചി കരഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിലോട്. ചേച്ചി ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെങ്ങനെയാണ് വീട്ടിലിരുന്ന് അച്ചാറുകൾ ഉണ്ടാക്കി ബോട്ടിലാക്കി വഴിയരികിൽ കൊണ്ട് നടന്ന്, അപ്പൊ ഈ മോനെ കൂടെ ഇരുത്തും ഇതുപോലെ വീൽ ചെയറിൽ. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നാൽ അത് കുഞ്ഞിനെ പൊടിയുടെ ഒക്കെ ബുദ്ധിമുട്ടി, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വേറെ വഴിയില്ല. അതേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിൽ ഏക വഴി എന്ന് പറയുന്നത്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടെ മാർക്കറ്റിംഗ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരോടാണ്. കാരണം ഇവർക്ക് പോയി ഇരിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു വഴിവക്കിൽ ഒരു വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ടിരിക്കുക, പല സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റീവുകൾ ഒരുപാട് വരും. നിങ്ങൾ എന്തിനാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് വയ്യാത്തൊരു കുഞ്ഞിനെ ഡിസ്പ്ലേ ചെയ്ത് ബിസിനസ് ഉണ്ടാക്കാനിരിക്കുന്നത്? അത്തരത്തിൽ പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കും. പിന്നെ നമ്മൾ പോയിരുന്നാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അതിൽ കൂടുതൽ കുഞ്ഞിനെ കൊണ്ടിരിക്കത്തില്ല. കാരണം കുഞ്ഞിന് അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഞങ്ങള് എന്ത് കഷ്ടപ്പാടും നിങ്ങളുടെ ആ ഒരു കോണ്ടാക്ട് നമ്പറും എല്ലാം നമ്മളൊന്ന് പരസ്യപ്പെടുത്തുന്നതിൽ പ്രശ്നമില്ലല്ലോ. അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച്, അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കഴിയുമെങ്കിൽ ഒരു ബോട്ട് അച്ചാറിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര? 75 രൂപ മുതൽ പലതരത്തിലുള്ള അച്ചാറുകൾ ഇവർക്കുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു ബോട്ടിൽ അച്ചാറാണെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കുമെങ്കിലും ചെയ്യുക. കാരണം കൊറിയർ ഉണ്ട്. കേരളത്തിൽ എവിടെയും നിങ്ങൾ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ? മാത്രമല്ല ചെയ്യുന്നത്, നമ്മള് പിന്നെ അരിയുണ്ട ചെയ്യുന്നുണ്ട്, പലഹാരങ്ങളുണ്ട്, പിന്നെ ചേമ്പ്, ചേന, ചേനയൊന്നുമില്ല, ചേനയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കാച്ചില് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ മറ്റേ മധുരക്കിഴങ്ങില്ലേ, അത് ചിപ്സ് ആക്കി. അപ്പൊ ഇവരാണെങ്കിൽ കുറെ അധികം ചിപ്സ് ഐറ്റംസ്, പിന്നെ അവലോസ് പൊടിയെ, അവലോസ് ഉണ്ട അല്ലെ, അങ്ങനെയുള്ള കുറെ ഐറ്റംസ്, അതായത് പലഹാരങ്ങളും ഉണ്ട്. അപ്പൊ കഴിയുന്നവര് ഇവരിൽ നിന്ന് ഒരു അച്ചാർ, ഇന്ത്യയിൽ എവിടെ ഇവർക്ക് കൊറിയർ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവരുടെ ഒരു കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ എന്തായാലും ഈ വീഡിയോയുടെ ഒപ്പം ഉൾപ്പെടുത്തും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അച്ചാർ. പക്ഷെ നമ്മുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ കപ്പയുണ്ടെങ്കിൽ, അപ്പൊ എല്ലാം ഉണ്ട്. നമ്മുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ നമ്മൾ ഈ കുഞ്ഞിന്റെ ഒരു ചികിത്സ, അതോടൊപ്പം ഇവരുടെ ഒരു മനസ്സ് നമ്മൾ കാണേണ്ടതാണ്. കാരണം ഇവർ ലളിതചേച്ചി പറഞ്ഞൊരു കാര്യം എനിക്ക് സ്പാർക്ക് ചെയ്തു. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ദിവസം 500 രൂപ കിട്ടിയാൽ ഞാൻ അതിനകത്ത് നിന്ന് 300 രൂപ മാറ്റിയിട്ട് 200 രൂപ ബാക്കിയുള്ള ഇവനേക്കാളും മോശം സ്ഥിതിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന്. ആ ഒരു വാക്കാണ് നമ്മൾ ഹൃദയത്തിലോട്ട് എടുക്കേണ്ടത്. അപ്പൊ ഈ കുഞ്ഞിനെ നമ്മുടെ എല്ലാം സ്വന്തം വീട്ടിലെ ഒരു അംഗമായിട്ട് കണ്ട് നിങ്ങൾ എല്ലാവരും, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒരു അച്ചാർ ബോട്ടിലോ എന്തെങ്കിലും തരത്തിൽ ഇവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കുക. പിന്നെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്, ചേട്ടനാണോ ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുകയൊക്കെ? ചേച്ചിക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായോ? അതെങ്ങനെയാ സംഭവിച്ചത്? രാത്രിയിൽ ഇതുപോലെ ഞങ്ങള് കാട്ടിൽ മേക്കതിൽ അമ്പലത്തില് അച്ചാർ കച്ചവടത്തിന് പോയതാണ്. വൃശ്ചികം 1-ാം തീയതി പോയതാണ്. അപ്പൊ രാത്രിയിലായിരുന്നു പോയത്. ഒരു 3-4 ദിവസമായിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി റെസ്റ്റ് ഇല്ലാത്തൊരു യാത്രയായിരുന്നു അത്. അങ്ങനെ പോയ കൂട്ടത്തില് വഴിയിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയി. എനിക്ക് വാരിയലിന് 3 പൊട്ടലുണ്ടായിരുന്നു. പുള്ളിക്കാരനും ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും അതിന്റെ പാടുകളാണ്. ഇതെല്ലാം സംഭവിച്ചു. ഫ്രാക്ചർ ഉണ്ടായിരുന്നല്ലേ? ഫ്രാക്ചർ. അപ്പൊ നമ്മള് ശരിക്കും കുഞ്ഞിനൊന്നും പറ്റിയില്ല, മോനൊന്നും പറ്റിയില്ല. അതാണ് എന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത്. അതാണ്. കാരണം ഇവന്
ഒന്നും ഒരു പോറല് പോലും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് വേണ്ട, കുഴപ്പമില്ല. നമുക്കേ ഒരുപാട് ആരുടെയും ദയനീയത വിറ്റ് കാശാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലോട്ട് ഈ വീഡിയോ എത്തിച്ചത് ഇവരുടെ ഒരു ബിസിനസ്സിനെ, നിങ്ങൾ ഇവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥകളെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേക്കൂ. ഇവരെന്ന് പറയുന്ന ബിസിനസ്സുകാരെ അല്ലെങ്കിൽ സ്വയം സംരംഭകരെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. താങ്ക് യു.